അയ്യോ നമ്മുടെ കൊള്ളാം നിങ്ങളെ കാണിക്കാ. ഹലോ ഗൈസ്, ഇന്ന് നമ്മളെവിടാണ് വന്നേക്കുന്നത്? അതാണ് അതിന്റെ വിശേഷത്തിലേക്ക്. അങ്ങനെ നമ്മളവിടെ സ്റ്റോറിലോട്ട് കയറാൻ പോയി. എൻട്രി ആയി. സ്റ്റോറിലേക്ക് അതിസാഹസ്യമായി ഞങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. AC ഇവിടെ ഒരു താറാവ് ഇരിപ്പുണ്ട്. ഇവിടെ കുറെ നോട്ടീസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തോ ആന്ന് എനിക്ക് അറിയത്തില്ല. സാമ്പത്തിക അഭിവൃദ്ധിക്ക് സംരംഭം കൂട്ടായ്മ. എൻട്രൻസ് വഴി കയറാൻ പോവാണ്. ജലസമുദ്രം കാണാം. ജലസമുദ്രം. അങ്ങനെ ഈ ജനത്തിരക്കിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് വരുന്നു, മനു ട്യൂഷൻ കഴിഞ്ഞ് വരുന്നു, അവൻ ട്യൂഷൻ കഴിഞ്ഞു. പക്ഷെ അവന് ബാഗില്ല. ഇവൻ എവിടെയാണ് നിന്റെ ബാഗ്? നിന്റെ കഥയൊന്നും കേൾക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് ഒത്തിരി ഒച്ചയൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഭ്രാന്തന്മാരാന്ന് വിചാരിക്കും. ഒരു വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഇതുവഴി പോകുമ്പോൾ ഫോട്ടോഗ്രാഫ് വാങ്ങിക്കാൻ പിള്ളേർ വരും. ചീറ്റിംഗ് കാണിച്ചു ചീറ്റിംഗ്. അതെ, നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവണം, മനസ്സിലായില്ലേ? നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കാഴ്ചകളൊക്കെ കാണിക്കാൻ കഴിച്ചു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്റ്റോറിലൊക്കെ നമ്മൾ ഷോർട്ട് കട്ട് പിടിച്ച് കയറിയിരിക്കുകയാണ്. മനുബായി വെട്ടിച്ച് കയറുന്നു. ചെരുപ്പ് നല്ല ഒന്നാം തരം വെളുത്ത ചുവപ്പ് ചെരുപ്പ്, ചുമന്ന ചെരുപ്പ്, പച്ച ചെരുപ്പ്, മഞ്ഞ ചെരുപ്പ്. സുഹൃത്തുക്കളെ, ബ്രാൻഡഡ് ഉത്പന്നങ്ങൾ വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി കേട്ടോ. ഞങ്ങളുടെ പേര് പറഞ്ഞാൽ 10 രൂപ ഡിസ്കൗണ്ട് കിട്ടത്തില്ല, അതുകൊണ്ട് കാശായിട്ട് വരും. അതെ, നമ്മുടെ കോഡ് അടിച്ചാൽ 10 രൂപ ഒന്നും കിട്ടത്തില്ല, അതുകൊണ്ട് നിങ്ങൾ അത് ഇതാക്കണം. സുഹൃത്തുക്കളെ, നമ്മുടെ സൗണ്ട് ക്വാളിറ്റി ഒക്കെ കുറവായിരിക്കും, നിങ്ങൾ അതിൽ ക്ഷമിക്കണം. നമുക്ക് വേറെ നിവൃത്തിയില്ലാതാണ്. നമ്മൾ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് ആണ് നമ്മുടെ ലക്ഷ്യം. രണ്ടാളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാണാന്ന് വിചാരിക്കുന്നു. നമുക്ക് മനുവിനെയും അഭിഷേകിനെയും ലോസ്റ്റ് ആയിരിക്കുകയാണ്. ഞാനിപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് സ്പീഡ് അങ്ങ് കയറി പോവാം. ഒരു ജനക്കൂട്ടത്തിൽ നിന്ന് പുറത്താടിയിരിക്കുന്നു. മനു അഭിഷേകം ഒക്കെ ഏത് നരകത്തിൽ പോയി കിടക്കണം എനിക്കറിയത്തില്ല സുഹൃത്തുക്കളെ. പോണവൻ രാമഭദ്രൻ തല്ലിയവൻ പിടിച്ചോ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. നമുക്ക് ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വാങ്ങിക്കാവുന്നതാണ്. ഇവിടെ പ്രവേശനം സൗജന്യമാണ് സുഹൃത്തുക്കളെ, സൗജന്യം. നൈസ്. ഇതൊക്കെ എന്തോന്ന് അറിയത്തില്ല, അതുകൊണ്ടായിരുന്നു പറയാത്ത. കൊള്ളാം, നല്ല കളറായിട്ടുണ്ട്. കണ്ടിട്ട് സഹിക്കുന്നില്ല സുഹൃത്തുക്കളെ. ആപ്പിൾ കടിക്കാത്ത ആപ്പിളുണ്ട് കൈസ് ഇവിടെ. ഇവനൊക്കെ നമ്മൾ വഴി വെച്ച് കണ്ടാണ്. ഇവനെ കാണാത്തതാണ്. വഴി വെച്ച് കണ്ടിട്ട് തലക്ക് കുടിക്കാൻ. We found something crazy guys. അവന് പെറുതി മുട്ടി നിൽക്കുന്ന വണ്ടിപ്രാന്ത് കൊണ്ട്. എത്ര ആൻറ്റീന്? 400. അതിന്റെ 2 പൂജ്യം മാറ്റിയിരുന്ന് നമ്മൾ വാങ്ങിച്ചേ. അത് 1 പൂജ്യം മാറ്റിയിരുന്നാലും നമുക്ക് വാങ്ങി പ്രശ്നമില്ല. 400 ഗൈസ്. നമ്മൾ ആ വണ്ടി ഒരു ദിവസം വന്ന് ഇവിടെ ഇറങ്ങും. അല്ലേ മനുഭായി? നമ്മൾ ആ വണ്ടി ഒരു ദിവസം ഇവിടെ ഇറങ്ങത്തില്ലേ? വണ്ടി ഒരു നാൾ നമ്മൾ ഇവിടെ വന്ന് അതേ ഇറങ്ങിയിരിക്കും. ഇതെല്ലാം കണ്ട് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് പറയണ്ട നിങ്ങൾ പറഞ്ഞു ഗൈസ്. വി ആർ വിത്ത് യു ഗൈസ്. വി വാണ്ട് വിത്ത് യു ഗൈസ്. ഒട്ടന്മാരാണ് ചെറുക്കന്മാരൊക്കെ നോക്കുന്ന ഇവരുടെ വീഡിയോ എടുക്കുന്നത്. അവർക്കറിയത്തില്ല ഭാവി ഫ്യൂച്ചർ യൂട്യൂബേഴ്സ് ആണ്. ഇപ്പോൾ കുറേ പേര് കളിയാക്കുന്നു ഗൈസ്. വി ആർ നോട്ട് ഗോണ ഗീവ് അപ്പ് അല്ലേ? ഗീവ് അപ്പ് എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ എന്തോ ചെയ്തിരിക്കുകയാണ്. നമ്മൾ നടത്തിയിട്ട് ഇനിയുണ്ട് ഗൈസ്. ഒത്തിരി അല്ലേ? ഇതുപോലെ ഒത്തിരി സ്റ്റോളുണ്ട്. വാഴ ഇങ്ങോട്ട് നനഞ്ഞ് നടക്കും.
മെസ്സിയൊക്കെ ഇവിടെ ഉണ്ട്. മെസ്സിയൊക്കെ നമുക്ക് വെട്ടിക്കയറ്റാം അല്ലേ അല്ലേ ആണ് കൊള്ളാം. നിങ്ങൾ അവന്മാരെ തപ്പി പോകുന്ന അവന്മാരെ ഒരു മിസ്കോൾ അടിച്ചാൽ പോയെ. അവന്മാർ എന്താ ഇങ്ങനെ ഉത്തരവാദിത്ത പോലെ ഇല്ലാതെ പിള്ളേരായി പോയെ. ഒരു വ്ളോഗിങ്ങിന്റെ ഒരു ABCD അറിയാത്ത ചുണക്കന്മാരെ മാതിരി ഞാനുള്ളതുകൊണ്ട് ജീവിച്ചു. നമ്മൾ ടോയ്സ് കട കണ്ടിരിക്കുകയാണ്. ഇവിടെ പിച്ചാത്തി ചോരപ്പുഴ ചോരപ്പുഴ സ്ക്വിഡ് ഗെയിം ഡൈകാസ്റ്റ് ആയിട്ടൊന്നും ഇവിടെ ഇല്ല. ഓ കൊള്ളാം. എന്ത് കഴിച്ചു അടിവാളും പെട്ടോത്യം വെക്കാനുള്ള വട്ടിയാന്ന് തോന്നുന്നു. അല്ല പെട്ടി. ചോക്ലേറ്റ് നമ്മൾ ടൂറിന്റെ ഓർമ്മ ഞങ്ങൾ ടൂറിന് കണ്ട സംഭവങ്ങൾ ഊട്ടി ഐറ്റംസ് ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കൊള്ളാം. ഞാൻ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിക്കാം. അതെ, ലേഡി വിഎസ് ഒന്നും നമുക്ക് കാണത്തില്ല. അതെ, അതാണ് നമുക്ക് മെയിൻ ആയിട്ട് പറയാം. ചുമ്മാ ഇവിടെ വന്നിട്ട് ഒരു കാര്യം നടക്കാൻ പൈസ എടുത്താൽ വല്ലതും ചെയ്യാം അല്ലേ? നിങ്ങൾ പരിപാടി കാണാൻ വരുന്നതാണെങ്കിൽ കാണുക, സാധനങ്ങൾ മേടിക്കാണ്ട് ക്യാഷ് ആയിട്ട് ഇറങ്ങുക നല്ലപോലെ, അല്ലാതെ ഇവിടെ നിന്നൊന്നും നടക്കത്തില്ല അല്ലേ? ഇനി കുറച്ചു നേരം മനു ബൈ വീഡിയോ എടുക്കും. അല്ല ഒത്തിരി സെറ്റ് ഉണ്ട്. ഓ ഇതൊക്കെ കാണിക്കും. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിനെ കണ്ട ഒരു മെഗാ മാർക്കറ്റ്, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിപ്പോ സമയം എത്രയായി? നമ്മൾ സമയം 12:08 12:10 ഇവിടെ പേരുകളൊക്കെ ഉണ്ട് ഗൈസ്. മുന്തിരി എന്താ നിങ്ങളെ വില? മൊത്തം മസാല എല്ലാം ഉണ്ട് ഗൈസ്. നിങ്ങൾ വരുവാണെങ്കിൽ മേടിക്കുക. ഉപ്പിലിട്ട നെല്ലിക്കൊക്കെ ഉണ്ട് ഗൈസ്. 20 രൂപയുള്ളൂ ഗൈസ്. പുറകിൽ ജലസമുദ്രമാണ്. ജലസമുദ്രത്തിനുള്ളിൽ കാട്ടുള്ളി ചുമ്മാ നിൽക്കണം. ചുമ്മാ ഒരിടത്ത് മറിഞ്ഞുകൊണ്ട് നടക്കാണ്. എന്നാൽ വ്ലോഗ് എടുക്കാൻ വിദഗ്ധനായിട്ടുള്ള വീരന്റെ നമ്മൾ ഫോൺ എത്തിക്കുകയില്ല. അവൻ വിസമ്മതിച്ചു. എത്ര വില? നല്ല ടേസ്റ്റ് ഉണ്ട്. കിലോ 400 അല്ലേ? നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ഇത് വാങ്ങിക്കണം. സൂപ്പർ സാധനം തോന്നുന്നു. നിങ്ങൾ ശരിക്കും യൂട്യൂബർ സബ്സ്ക്രൈബ് ചെയ്താക്കോ. ഇത് എങ്ങനെയാ ചെയ്യുന്നേ? ഇതല്ല, ഞാൻ തന്നെ ഡിസൈൻ ചെയ്യും. ആണോ? ഡിസൈനോ? ഇത് ചേച്ചി എങ്ങനെയാ ചെയ്യുന്നേ? ചേച്ചി നമ്മളെ കാണിക്കാൻ പോവാന്ന് പറഞ്ഞു. ചേച്ചിയുടെ പേരെന്തുവാ? ഓ നൈസ്, നിങ്ങളെ കാണിക്കാ ചേച്ചി ഇട്ടത്. കൊള്ളാം. ഇത് ഇവിടെ വെച്ചിട്ട് കൊടുത്താണോ? നൈസ്. ഇത് മൈലാഞ്ചി അല്ലേ? ഓ കൊള്ളാം. അല്ലല്ല, ഞാൻ മൈലാഞ്ചി എടുത്തില്ല. ജസ്റ്റ് യൂട്യൂബ് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഇതൊക്കെ ഇത് കാണിക്കാൻ. കൊള്ളാം. ഇതൊക്കെ എത്ര നേരം എടുക്കും? ഓ പ്രൊഫഷണൽ അല്ലേ? ഓ അമ്മൂമ്മക്ക്
കൊള്ളാം കൊള്ളാം കൊള്ളാം. ചേച്ചി പണ്ടേ ഒരു വലിയ പ്രൊഫഷണൽ ആളാവും. ഹസ്ബൻഡാണോ? ഇതൊന്ന് പറഞ്ഞേ. ആ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഞാൻ ചെയ്യാം. നമ്മൾ ചാനലിൻ്റെ പേരടിച്ച് സബ്സ്ക്രൈബർ, ഒരു പുതിയ സബ്സ്ക്രൈബർ. സൂപ്പറായിരുന്നു ചേച്ചി. ആ ചേച്ചി നല്ല ഒന്നാന്തരമായിട്ട് ഇവിടെ വെച്ചാൽ 10-15 മിനിറ്റിനുള്ളിലാണ് ആ ചേച്ചി ചെയ്യുന്നത്. ഇപ്പം അതെന്ത് സൂപ്പറല്ലേ, അത് പ്രൊഫഷണലായിട്ട് ചേച്ചിക്ക് ചെയ്യാനുള്ളതുകൊണ്ട് 10-15 മിനിറ്റിനുള്ളിലാണ് അതൊക്കെ ചെയ്യുന്നത്. ടാലൻറ്റ്, കഴിവ്. അങ്ങനെ നമ്മൾ ഐ തിങ്ക് ഏറ്റു അല്ലേ നമ്മൾ പുറത്തോട്ട് പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ ഇതിൻ്റെ അടുത്ത സ്റ്റോൾ സെക്ഷനിലോട്ട് ചെന്നിരിക്കുകയാണ്. ഇപ്പം തന്നെ ഒത്തിരി ആയി. കുറച്ച് കട്ട് ചെയ്ത് മെർജ് ചെയ്ത് ലാർജ് ചെയ്ത് കളയാം. അല്ലേ കട്ട് ചെയ്ത് കളയാം. സ്റ്റോളാണ് ഗൈസ്. ഇതെന്താ ചേട്ടാ? മാമ്പഴ എത്ര രൂപ? അലുവ വിലാണോ? കാട്ടിൽ കൊണ്ടിരാൻ്റെ സാധനം ഗൈസ്. എത്രടാ? 100. കേട്ടപ്പോഴേ അത് മതിയോ? എന്തിനാ സത്യം പറഞ്ഞിരിക്കുന്നത്? ആണല്ലേ? കപ്പക്കെട്ട് നീർക്കെട്ട് അതൊക്കെ മാറാനാണ് ഇപ്പോഴാണ് റിയൽ യൂസ്. ഇതെന്തുവാ? ഇത് മസാജിനാണോ? ഒരു 2-3 മാസമായിട്ടുള്ളൂ. അടുത്ത വർഷം വേറെ ചേട്ടൻ അവിടെ വരുമ്പോൾ ഒരു 1K കഴിക്കും. സബ്സ്ക്രൈബ് ചെയ്യണ്ട. സബ്സ്ക്രൈബ് നമ്മളാരോടും അങ്ങനെ ഇതാവാൻ പറ്റില്ല. നമ്മൾ വാങ്ങിക്കില്ല. നമ്മൾ കുറേ നേരം കൊണ്ട് നടക്കാൻ തുടങ്ങി. ഇതിൻ്റെ അവസാനം ഇപ്പോഴാണ് എത്തുന്നത്. മനസ്സിലായില്ലേ? അത്രയ്ക്ക് ദൂരമുണ്ട് സുഹൃത്തുക്കളെ. ഇവിടുന്ന് അവിടെ നിന്ന് കറങ്ങി അടിച്ച് വരാൻ. അവന്മാരൊക്കെ എവിടെയാണെന്ന് എനിക്കൊരു പിടുത്തമില്ല. നമ്മളങ്ങനെ അതേ ഫുഡ് കോർട്ടിലെത്തിയേക്കുവാണ്. കാണാൻ പറ്റും. നമുക്കില്ലേ അങ്ങനെ അറ്റത്ത് നമ്മൾ തുടങ്ങി നടന്ന് ഇറങ്ങി. അത്രേ ഉള്ളൂ. ഫുഡ് കോർട്ടിലെത്തിയേക്കുവാണ്. ഫുഡ് കോർട്ടിൻ്റെ വിശേഷങ്ങളിലാണ് ബാക്കി. രണ്ടുപേരും കൂടെ കപ്പിൾസിനെ പോലെ പോകുന്നു. ഭയങ്കര സ്നേഹം, ഭയങ്കര ജ്യൂസ് ബാറുകൾ. നമുക്ക് ടോക്കൺ എടുക്കാം. 200 ടോക്കൺ എടുക്കാം. നമ്മൾ വാങ്ങിക്കണം ടോക്കൺ എടുക്കാം. മെയിൻ കാര്യമാണ് ആദ്യം നമുക്ക് ഇവിടെ നടക്കാം. നമ്മൾ അവിടെ നിന്ന് നടന്ന് നമ്മൾ നിന്നിടത്ത് എടുത്തു. എന്നിട്ട് നമുക്ക് വാങ്ങിക്കാം. ഇതെല്ലാം വാങ്ങിക്കണം. അതുവരെ നമുക്ക് പൈസ അനുസരിച്ച് പഞ്ചാബിൻ്റെ സെക്ഷനാണ്. മട്ടൻ ബാർബിക്യൂ, മട്ടൻ ചിക്കൻ ബിരിയാണി കഴിക്കാം. സ്പെഷ്യൽ നമ്മളെ ഒരു പൈസ ഒക്കെ ഉണ്ടോ ഗൈസ്? പാർസലുണ്ട്. നമുക്ക് വന്ന് മേടിക്കാം. ഞങ്ങൾ കട്ട് ചെയ്ത് കളയാനായിരിക്കും. മസാല ദോശ. നിങ്ങൾ ഉച്ചയ്ക്ക് മസാല ദോശ കഴിക്കുന്നു. മസാല ദോശ ഇവിടെ ഉണ്ട്. നമ്മൾ വയനാട്ടിലായിരിക്കുന്നു. വയനാട്ടിലാരും തെള്ളില്ല ഗൈസ്. തിരക്കേയില്ല. ഒന്നും തിരക്കില്ല, ഇന്നും തിരക്കില്ല. അതെ. അടുത്ത കോട്ടയം എത്തിയിരിക്കുന്നു. കപ്പയും മീൻകറി 150 രൂപ. പാൽക്കപ്പയുണ്ട് 200. കഴിച്ചാലാ 200 രൂപ. നിങ്ങളെ 200 രൂപ. കുടത്തിലെന്തോ ചിക്കൻ കലം ബിരിയാണി. ആന്ധ്രാപ്രദേശ് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി. എന്ത് കഴിക്കും? എന്തോ ഇല്ല ബിരിയാണിയാണ്. അടുത്ത നമ്മൾ കണ്ണൂർ എത്തിയിരിക്കുകയാണ്. കണ്ണൂർ സ്പെഷ്യൽ തലശ്ശേരി ദം ബിരിയാണി, ചിക്കൻ മന്തി, ബീഫ് മന്തി, നെയ്ച്ചോറ്, ചിക്കൻ കറി, എള്ളു കോഴി, നെയ്പത്തിരി. ഭാഗ്യം ബോംബ് കറി ഇല്ലാത്ത. അതാണ് ഫുഡ് കോർട്ട് വിശേഷങ്ങൾ. അടുത്ത ഓരോ സ്ഥലമുണ്ട്. തെലങ്കാന എത്തിയിരിക്കുകയാണ്. നമ്മൾ സെക്കൻഡുകൾക്കുള്ളിൽ ബിരിയാണി ഉണ്ട് ഗൈസ്. ബിരിയാണി എന്ത് ബിരിയാണി ചേച്ചി? ചിക്കൻ ബിരിയാണി. ഹൈദരാബാദ് ചിക്കൻ ദം ബിരിയാണിയാണ്. ഓക്കെ, നൈസ്. അടുത്ത കാസർഗോഡ് എത്തിയിരിക്കുകയാണ്. നെയ്പത്തിലുണ്ട്. സിക്കിമിൽ തെള്ളില്ല. അതെ, പാലക്കാട്. സിക്കിമിൽ നേരെ പാലക്കാട്. മിനിറ്റിനുള്ള യാത്രയാണ്. ഇന്ന് യൂറോപ്പെങ്കിൽ നാളെ അമേരിക്ക. നാളെ അമേരിക്കയെങ്കിൽ ഇന്ന് യൂറോപ്പ്. അത്രേ ഉള്ളൂ. ഇടുക്കി തമിഴ്നാട്. റൊണാൾഡോ മന്തി ഫൗണ്ട് ചെയ്ത് ഗൈസ്. വെസ്റ്റ് ബംഗാൾ. മലപ്പുറത്ത് വേറെ വെസ്റ്റ് ബംഗാൾ. നമ്മളങ്ങനെ നമ്മുടെ വാനസുന്ദരി കോഴി വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്.
മക്കളെ നമുക്കങ്ങനെ നമ്മുടെ ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര അലപ്പാണ്, നിങ്ങൾക്കൊന്നും കേൾക്കാൻ തോന്നുന്നില്ല. ഇതാണ് അട്ടപ്പാടിയുടെ വാനസുന്ദരി കോഴി. ഓക്കെ, ഇത് നമ്മുടെ വെസ്റ്റ് ബംഗാൾ ദം ബിരിയാണി, ഇത് നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചിക്കൻ. നമ്മുടെ ഒത്തിരി നേരം നിർത്തി കുറച്ച് സാധനമുണ്ട്. ഇതിനകത്ത് സോസ് അങ്ങനെ സക്സസ്ഫുള്ളി നിന്ന് കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു? വളരെ മാച്ചായിരുന്നു. ഞാൻ ഏറെ കഴിച്ചുകൊണ്ട് വളരെ മികച്ച അവനുണ്ട് ഒട്ടും കഴിച്ചു. നമ്മൾ സക്സസ്ഫുള്ളി ഫുഡ് കഴിച്ചിരിക്കുകയാണ്. നമ്മൾ നമ്മളങ്ങനെ പുറത്തിറങ്ങിയിരിക്കുകയാണ് അല്ലേ. നമ്മളങ്ങനെ പരിപാടിയും കഴിഞ്ഞ് ഇറങ്ങി വീട്ടിൽ പോകാൻ നിൽക്കുകയാണ്. നിങ്ങളെങ്ങനെയാ പോകുന്നത്? സൈക്കിൾ മയിൽവാഹനം കാണിച്ചു കൊടുത്തു. മയിൽവാഹനം നമ്മളങ്ങനെ വ്ലോഗ് കഴിഞ്ഞ് ഇനി എങ്ങോട്ടാ? ഇനി വീട്ടിലോക്ക് ഗൈസ് എനർജി ഇല്ല ഗൈസ്. വെയിലെല്ലാം കൊണ്ട് ടാൻ അടിച്ച് വണ്ടി വരും. സപ്പോർട്ട് നിങ്ങൾ തരേണ്ടതാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എന്തൊക്കെയാ പിന്നെ ചെയ്യണ്ടേ? വേറെ അടുത്ത സ്ഥലമായിട്ട് വരുന്ന സമയം വരെ ശരി, ബൈ.